വിശ്വം കീഴടക്കി ഇന്ത്യൻ വനിതകൾ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ കന്നി കിരീടം. ദക്ഷിണാഫ്രിക്കയെ തകർത്തത് 52 റൺസിന്. ഷഫാലി വർമ്മ കളിയിലെ താരം. ദീപ്തി ശർമ്മ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ടീമിന് ആശംസാ പ്രവാഹം. വർക്കല ട്രെയിൻ ആക്രമണത്തിലെ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരം. പാലോട് സ്വദേശിനി സോനു തീവ്രപരിചരണ വിഭാഗത്തിൽ. പ്രതി സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മമ്മൂട്ടിയോ ആസിഫ് അലിയോ മറ്റാരെങ്കിലുമോ? ആരാകും മികച്ച നടൻ? സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. നടിമാരുടെ പട്ടികയിൽ അനശ്വര രാജനും നസ്രിയയും കനി കുസൃതിയും. ബീഹാറിൽ നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. വ്യാഴാഴ്ച വിധി എഴുതുന്നത് 121 മണ്ഡലങ്ങൾ. സുഡാനിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷം. RSFന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ തെളിവുകൾ നിരത്തി SAF. അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ. നൈജീരിയയെ ആക്രമിക്കാൻ ഒരുങ്ങിയ അമേരിക്ക. സൈനിക നടപടിക്ക് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം. വിമർശനവുമായി നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു. മതപരമായ അസഹിഷ്ണുതയുള്ള രാജ്യമായി ചിത്രീകരിക്കുന്നു. നൈജീരിയയുടെ പരമാധികാരത്തെ അമേരിക്ക ബഹുമാനിക്കണമെന്നും ബോല.